പലരുടെയും ചോദ്യം അല്ലല്ല പരാതി തന്നെ, ബ്രദർ സിസ്റ്റർ നിൻ്റെയും കൂടെ, എന്തിനാ അവരൊക്കെ ഇങ്ങനെ എനിക്ക് വിരോധമായി അല്ലേ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എന്നെ വിഷമിപ്പിക്കുന്നത്, എന്നെ സങ്കടപ്പെടുത്തുന്നത് അല്ലേ സിസ്റ്ററെ? എനിക്ക് സങ്കടം വരുമെന്ന് അവർക്ക് അറിയാമല്ലോ. എൻ്റെ മുഖം മാടുമ്പോൾ ഇന്നലെ കാണാൻ തുടങ്ങിയല്ലോ. അവരുടെ കൂട്ടത്തുള്ളതിൽ എൻ്റെ മുഖം മാറുമെന്ന് അറിഞ്ഞിട്ട്, എൻ്റെ ഉള്ളു കരയാണെന്ന് അറിഞ്ഞിട്ട്, എന്നാലും എൻ്റെ ഭർത്താവ് എന്തിനാ അങ്ങനെ പറയുന്നത്, എൻ്റെ ഭാര്യ എന്തിനാ അങ്ങനെ പരിഹസിക്കുന്നത്, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ സുഹൃത്തുക്കൾ, കൂടെ ജോലി ചെയ്യുന്നവർ, ഒപ്പം കാണും എല്ലാ സമയത്തും ഒന്ന് കരുതുന്നവരൊക്കെ എന്തിനാ ഇങ്ങനെ എന്നെ ഉപദ്രവിക്കുന്നേ, എനിക്ക് വിരോധമായി തീരുന്നേ, ഒരവസരം കിട്ടിയാൽ എന്നെ തകർക്കാൻ വേണ്ടി എൻ്റെ ശത്രുക്കൾക്കൊപ്പം അങ്ങനെയുള്ളവരുണ്ട്. അതൊന്നും എനിക്ക് വിഷയമല്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇവരൊക്കെ അവർക്കൊപ്പം ചേരുന്നേ, ഞാനിങ്ങനെ കരയേണ്ടി വരുന്നേ അല്ലേ? ചോദ്യമല്ലേ? ഉത്തരവുണ്ട് കേട്ടോ. നിനക്ക് വിരോധമായിട്ട് അവരല്ല, അല്ല കേൾക്ക്, അവർ നിനക്ക് വിരോധമായിട്ടല്ല, നിൻ്റെ മേലുള്ള വാക്തത്വത്തിന് വിരോധമായിട്ടാണ്. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രഷർ ഫാമിലിയുടെ പ്രഭാതമന്യ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം 20 വാക്യം. അവനെ കൊന്നൊരു കുഴിയിലിട്ട് കളക, ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു എന്ന് പറയാം, അവൻ്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് തമ്മിൽ പറഞ്ഞു. അവൻ്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന്. ഇവിടെ കൊല്ലപ്പെടുവാൻ പോകുന്നത് അല്ലെങ്കിൽ ഉപദ്രവിക്കപ്പെടുവാൻ പോകുന്നത് ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ പേര് യോസേഫ് എന്നാണ്. യോസേഫ് ഉപദ്രവിക്കപ്പെടുന്നതിന് കാരണം യോസേഫിൻ്റെ കയ്യിലിരിപ്പാണോ? ഒരിക്കലുമല്ല. യോസേഫിൻ്റെ എന്തെങ്കിലും കുഴപ്പം? നോ. പിന്നെ യോസേഫ് ഉപദ്രവിക്കപ്പെടുന്നത് അവന് മേലുള്ള വാക്തത്വത്തെ പ്രതിയാണോ? ദൈവം അവന് നൽകിയൊരു സ്വപ്നത്തെ പ്രതി. ദൈവം നിങ്ങൾക്കൊരു സ്വപ്നം തന്നിട്ടുണ്ടോ? ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് നല്ല സ്വപ്നങ്ങളുണ്ടോ ബ്രദർ സിസ്റ്റർ? ആ സ്വപ്നത്തിൻ്റെ പൂർത്തീകരണത്തിനാണ് നീ അവിടെ എത്തിയതും. അവിടെ ആ സ്വപ്നപ്രാപ്തിയിലേക്കുള്ള യാത്രാമധ്യയാണ് പ്രശ്നങ്ങൾ കടന്നു വന്നത്. മറക്കരുത്. ഒപ്പമുള്ളവർ എന്തുകൊണ്ട് ശത്രുക്കളാകുന്നു? കൂടെ ജോലി ചെയ്യുന്നവർ എന്തുകൊണ്ട് അവസരം കിട്ടുമ്പോൾ പാര വയ്ക്കുന്നു? സിസ്റ്ററെ, നിൻ്റെ കുഴപ്പമല്ല, നീ കണ്ട സ്വപ്നം, ദൈവം നിനക്ക് തന്ന വാക്തത്വം, അത് അവരെ ഭയപ്പെടുത്തുന്നുണ്ട്. ഓ ആമേൻ. സിസ്റ്ററെ, നീ രക്ഷപ്പെടുമെന്ന് അവരറിയുന്നത് കൊണ്ട് നിൻ്റെ സ്വപ്നം പോലെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന്, അല്ലായെങ്കിൽ നിൻ്റെ സ്വപ്നമാണ് നിൻ്റെ വാക്തത്വമെന്ന് നിൻ്റെ ശത്രു തിരിച്ചറിയുന്നത് കൊണ്ട് നിനക്ക് വിരോധമായല്ല, നിൻ്റെ വാക്തത്വത്തിന് വിരോധമായി, നിൻ്റെ തലമുറകളുടെ വാക്തത്വത്തിന് വിരോധമായി. എന്തുകൊണ്ടാണ് കർത്താവേ എല്ലാവരും എൻ്റെ കുഞ്ഞുങ്ങളെ അത്രമാത്രമൊന്നുമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കണ്ട. അവർ വാക്തത്വമുള്ള തലമുറകളാണ്. പ്രിയ ബ്രദർ സിസ്റ്റർ, നിൻ്റെ മക്കൾ, നിൻ്റെ തലമുറകൾ വാക്തത്വമുള്ളവരാണ്. അവരിൽ നീ കണ്ട സ്വപ്നങ്ങളെ നിറവേറ്റുന്ന ഒരു ദൈവം ഉണ്ട്. അത് തിരിച്ചറിയുന്ന ശത്രു, മനുഷ്യനാകട്ടെ പിശാചാകട്ടെ, വിരോധമായി എഴുന്നേൽക്കുന്നു. ഭയപ്പെടേണ്ട. ഓ ആമേൻ. നോക്കൂ, ഇവിടെ യോസേഫിൻ്റെ ഒരു സ്വപ്നം അഥവാ ദർശനമുണ്ട്. ദൈവം യോസേഫിന് ദർശനത്തെ നൽകുകയാണ്. തൻ്റെ കുടുംബത്തിൽ ആദ്യമായി വാഴുന്നവരായി താൻ മാറുമെന്ന സ്വപ്നം. ഇവരാരാണ്? ഇവർ ഇടയന്മാരാണ്. യോസേഫിൻ്റെ അപ്പനായ യാക്കോബും 10 മക്കളും അവരുടെ കുടുംബവും ഇടയന്മാരുടെ കുടുംബമാണ്. അന്നത്തെ കാലത്ത് ഇടയന്മാർ പച്ചപ്പ് തേടി നടക്കുന്നവരാണ്. എവിടെയാണോ പച്ചപ്പുള്ളത്, ആടുകളെ തീറ്റുവാൻ കഴിയുന്നത്, അവിടെ കൂടാരമടിച്ച് പാർക്കുന്നവരാണ് കൂടാരവാസികൾ. അവിടെ പച്ചപ്പ് തീരുമ്പോൾ പച്ചപ്പുള്ള അടുത്ത പ്രദേശത്ത് പൊക്കി പോകുന്നവരാണ്. ശ്രദ്ധിക്കുക, ഇവർ മറ്റു പലരുടെ പച്ചപ്പുള്ള സ്ഥലങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അല്ലെങ്കിൽ നേരത്തെ ആ ദേശങ്ങളിൽ ഉള്ളവർ ഇവർക്ക് എപ്പോഴും വിരോധമായി വരാം. അവിടെയുള്ള ആട്ടിൻകൂട്ടങ്ങൾ, പച്ചപ്പിൽ തർക്കമുണ്ടാകാം, ഉറവയിൽ തർക്കമുണ്ടാകാം. അങ്ങനെ എല്ലായിടത്തും പ്രശ്നങ്ങളും അവഗണനകളും, വരത്തനെന്ന പേരും, അങ്ങനെ പേരുകെട്ട ചിലർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. ആ രാജ്യത്ത് ആ സ്ഥലത്ത് ചെന്നെത്തിയിട്ടും നീ വരുത്തനല്ലേ, നീ വലിഞ്ഞു കയറി വന്നവനല്ലേ, വലിഞ്ഞു കയറി വന്നവളല്ലേ, അല്ലേ സിസ്റ്റർ? അതിൽ നിൻ്റെ മക്കളെക്കുറിച്ച് പറയുന്നത് അത് തന്നെ. ഇവരൊക്കെ എന്ത് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഇങ്ങനെയൊക്കെ പഠിക്കാനും രക്ഷപ്പെടാനും സ്വപ്നം കാണാനും എന്ത് യോഗ്യതയുണ്ടെന്ന് ചോദിക്കുന്ന അവൻ. അങ്ങനെ കാലം പോക്കുന്നവരുടെ മധ്യത്തിൽ നിന്ന് യോസേഫിനൊരു സ്വപ്നം, എനിക്ക് വാഴണം. ഓഹ് താങ്ക് യു ലോർഡ്. പ്രാർത്ഥിക്കുന്ന നിൻ്റെ സ്വപ്നം വാഴണമെന്നാണെങ്കിൽ ആ വാഴ്ച ഉറപ്പിക്കുന്ന ഒരു ദൈവം ഇന്ന് ജീവിക്കുന്നു. ബ്രദർ സിസ്റ്റർ,
പ്രാർത്ഥിക്കുന്ന നിനക്കൊരു സ്വപ്നമുണ്ടോ? നിന്റെ വാഴ്ചയാണോ ആ സ്വപ്നം? അത് നിറവേറ്റുന്ന, അത് നിവർത്തിയാക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. റെഡിയാണോ അത് പ്രാപിക്കുവാൻ, ആ വാഗ്ദത്ത നിവർത്തി പ്രാപിക്കുവാൻ? യെസ്, ആമേൻ. എനിക്കറിയത്തില്ല, ചിലരുടെയൊക്കെ സ്വപ്നങ്ങളെ കർത്താവ് നിവർത്തിക്കുവാൻ പോകുക. അവരിത്രയും വിരോധമായിട്ട്, ബ്രദറെ, നീ തുടങ്ങിയ കട, ആ സ്ഥാപനം, ആ ബിസിനസ് നിനക്ക് ചിലപ്പോൾ ചില ചെറിയ ചെറിയ കാര്യങ്ങളുടെ പൂർത്തീകരണമായിരിക്കും. പക്ഷേ അതിനു മുന്നിൽ ദൈവത്തിൻ്റെ ഭയങ്കരമായൊരു പദ്ധതിയുണ്ട്. നീ വാഴും, നിൻ്റെ കുടുംബത്തിൽ നീ മാനിക്കപ്പെടും, നിൻ്റെ ദേശത്തിൽ നീ മാനിക്കപ്പെടും. നീ അറിയുന്നവരുടെ മധ്യത്തിൽ, നിന്നെ അറിയാത്തവരുടെ മധ്യത്തിൽ നിനക്കൊരു മാന്യതയുണ്ടെന്ന് പലരും തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് അവർ വിരോധമായിട്ട് എഴുന്നേൽക്കുന്നത്. ആമേൻ. ശുശ്രൂഷക, നീ ആ ദേശത്തിൽ നിന്ന് കർത്താവിന് വേണ്ടി ഒരു കൂട്ടത്തെ നേടുമെന്ന് പിശാച് ഭയപ്പെടുന്നുണ്ട്. ആമേൻ. അതുകൊണ്ട് നീ ഭയപ്പെടണ്ട, നിന്നെയാണ് പിശാച് ഭയപ്പെടുന്നത്. ആമേൻ. സ്തോത്രം. സിസ്റ്ററെ, നിന്നെയാണ് ഭയപ്പെടുന്നത്, അതുകൊണ്ട് നീ ഭയപ്പെടണ്ട. ബ്രദറെ, നിന്നെയാണ് ഭയപ്പെടുന്നത്, അതുകൊണ്ട് നീ ഭയപ്പെടണ്ട. പ്രിയ മാതാവേ, പ്രിയ പിതാവേ, കേൾക്ക്. നിങ്ങളെയാണ് ഭയപ്പെടുന്നത്, പ്രാർത്ഥിക്കുന്ന നിങ്ങളെയാണ് അവർ ഭയപ്പെടുന്നത്. ആമേൻ. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. വിരോധമായി അവർ എഴുന്നേൽക്കുമ്പോൾ തിരിച്ചറിയും, നിനക്കൊരു വാഴ്ചയുണ്ട്, നിൻ്റെ നല്ല സ്വപ്നങ്ങൾക്കൊരു പൂർത്തീകരണമുണ്ട്, നിൻ്റെ ഇന്നത്തെ അവസ്ഥ മാറ്റുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി നിൻ്റെ ജീവിതത്തിലുണ്ട്. അതേ, ഈ അവസ്ഥ മാറും ബ്രദർ, സിസ്റ്റർ, ഈ അവസ്ഥ മാറും. നീ കരയുന്ന, നീ തലകുനിക്കുന്ന, നീ ഒറ്റപ്പെട്ട് തപിക്കുന്ന ഈ അവസ്ഥയ്ക്ക് എൻ്റെ ദൈവം മാറ്റമുണ്ടാക്കും. ഇനിയും ഇങ്ങനെ കരഞ്ഞും തളർന്നും നിൻ്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. സന്തോഷകരമായ ഒരു കുടുംബമെന്ന ആ സ്വപ്നമുണ്ടല്ലോ, എൻ്റെ കർത്താവ് അതിനെ നിവർത്തിക്കുവാൻ പോകുക. സ്തോത്രം. നീ ഇന്നായിരിക്കുന്ന അവസ്ഥയോർത്ത് ഭാരപ്പെടേണ്ട. അതേ, ഭർത്താവ് കൂടെ ഇല്ലാത്തത് കൊണ്ട് അവർ കളിയാക്കുന്നതും പരിഹസിക്കുന്നതും കുത്തി വേദനിപ്പിക്കുന്നതും. നിൻ്റെ സ്വപ്നങ്ങളിലേക്കുള്ള ദൂരം അധികമാണെന്ന് നിനക്കറിയാം. പക്ഷേ നിൻ്റെ കാലുകൾക്ക് വേഗം നൽകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങ്. നീ കണ്ട സ്വപ്നം, ദൈവം നിനക്ക് തന്ന വാഗ്ദത്തം, എൻ്റെ ദൈവത്താൽ അത് നിവർത്തിക്കപ്പെടുവാൻ പോകുക. ആ മാതാവെ, പ്രാർത്ഥിക്കും. നിൻ്റെ മക്കളിൽ നിന്നായിരിക്കുന്ന അവസ്ഥ കണ്ട് ചെറുക്കൻ പൊട്ടക്കുഴിയില്ല. അപ്പനറിഞ്ഞത് അവനെ ഏതോ ദുഷ്ടമൃഗം കൊന്നു എന്ന, സഹോദരന്മാരുടെ വെല്ലുവിളി ഇവൻ്റെ സ്വപ്നം എന്തായി തീരുമെന്ന. നോ, പൊട്ടക്കുഴിക്കോ, അപ്പൻ അറിഞ്ഞ വാർത്തയ്ക്കോ, സഹോദരന്മാരുടെ വെല്ലുവിളിക്കോ വാക്തത്വമുള്ള യോസേഫിനെ, അഥവാ യോസേഫിന് മേലുള്ള വാക്തത്വത്തെ തൊടുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇന്നലകൾ നീ നിൻ്റെ തലമുറകളെക്കുറിച്ച് കേട്ട വാക്തത്വ നിവർത്തിക്ക് തടസ്സമായ മദ്യത്തിനാകട്ടെ, മയക്കുമരുന്നിനാകട്ടെ, ലഹരികൾക്കാകട്ടെ, അവരിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്കാകട്ടെ തടസ്സം നിൽക്കുവാൻ കഴിയത്തേയില്ല. യെസ്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ആമേൻ. സ്തോത്രം. ഈ പ്രതിസന്ധി നിനക്ക് നേരെ അല്ല ബ്രദർ. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഈ വെല്ലുവിളി നിനക്ക് നേരെ അല്ല. ശത്രു എഴുന്നേൽക്കുന്നത് നിനക്ക് വിരോധമായല്ല. നിൻ്റെ മേലുള്ള വാക്തത്വം, പ്രാർത്ഥിക്കുന്ന നിൻ്റെ മേലുള്ള, ആരാധിക്കുന്ന നിൻ്റെ മേലുള്ള, എന്നും കൊന്നും ഇങ്ങനെ ഇരിക്കാനല്ല. നിനക്കൊരു ഉയർച്ചയുണ്ട്, നിനക്കൊരു വളർച്ചയുണ്ട്, നിനക്കൊരു പ്രാപിക്കലുണ്ട്. റെഡിയാണോ അത് പ്രാപിക്കുവാൻ? പ്രഷർ ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട്. പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ, അതെ, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങൾക്ക് പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനും ആ ഉയർച്ച പ്രാപിക്കുവാനുമുള്ള വാക്തത്വം നിവർത്തി പ്രാപിക്കുവാനുള്ള അവസരമുണ്ട്. നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. എല്ലാ ദിവസങ്ങളിലും പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് വചനധ്യാനത്തിലും മധ്യസ്ഥ പ്രാർത്ഥനയിലുമായിരിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും വെള്ളിയാഴ്ച ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുന്ന പക്ഷം ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കമുല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് പ്രാർത്ഥനയോടെ കടന്നു വാ, വിടുതലോടെ മടങ്ങാം. കണ്ണടച്ച വിശ്വസ്ത കർത്താവ് നല്ല ദൈവം, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ദുഷ്ടമനുഷ്യർ, പിശാച്, സാഹചര്യങ്ങൾ സകലതും വാക്തത്വത്തെ ഭയപ്പെടുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇവരുടെ മേലുള്ള വാക്തത്വം പുറത്തു വരട്ടെ, ഇവരുടെ മേലുള്ള വാക്തത്വം പുറത്തു വരട്ടെ. ഇവരുടെ വാക്തത്വത്തിന് വിരോധമായി എഴുന്നേൽക്കുന്ന ദുഷ്ടൻ്റെ പദ്ധതികളെയും ഒരുക്കപ്പെടുന്ന ആയുധങ്ങളെയും സ്വർഗ്ഗം അങ്ങ് തകർക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവേ. ഇവർക്ക് വേണ്ടി സ്വർഗ്ഗം അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. അപ്പോൾ ഇവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരിലെ രോഗികൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗബന്ധനങ്ങളുമായി രോഗമിട്ട് വിദ്യാഭ്യാസത്തെ തകർക്കുന്ന, തൊഴിലിനെ തകർക്കുന്ന ശത്രുവിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ. സ്വർഗ്ഗം അങ്ങ് പ്രവർത്തിക്കണമേ. പലയിടങ്ങളിൽ തൊഴിലിനായി കടന്നുപോയി പ്രതിസന്ധികളിലായിരിക്കുന്നവർ സ്വർഗ്ഗം വഴി തുറക്കണമേ. തൊഴിൽ സംബന്ധമായ എല്ലാ പ്രതികൂലങ്ങളും, പ്രതിസന്ധികളും, വെല്ലുവിളികളും മാറിപ്പോകട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, അങ്ങ് വരെ മാനിച്ചാട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ. ഒരിക്കലും കുടുംബമായൊരു ജീവിതം ഉണ്ടാകത്തില്ല എന്ന് വെല്ലുവിളിക്കുന്നവരുടെ മധ്യത്തിൽ വിവാഹങ്ങൾ നടക്കട്ടെ, ഉദരഫലങ്ങൾ ജനിക്കട്ടെ. വിദേശ യാത്രകൾക്കുള്ള തടസ്സങ്ങൾ മാറട്ടെ. വിസകൾ വരട്ടെ, വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ.
IELTS, OET, പ്രോമെട്രിക്, MA എക്സാമുകൾ എഴുതി റിസൾട്ടുകൾ പ്രതീക്ഷിച്ചായിരിക്കുന്നവർ നല്ല റിസൾട്ടുകൾ നൽകി നല്ല കർത്താവെ ഇവരെ അങ്ങ് മാനിക്കണമേ. സ്തോത്രം. ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ശുശ്രൂഷകന്മാർ ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ, ഭവനങ്ങൾ പണിയട്ടെ, വസ്തുക്കൾ വാങ്ങട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ, ബിസിനസ്സുകൾ ചെയ്യുന്നു, വലുതും ചെറുതുമായ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് മറുപടി നൽകിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക മാത്രമല്ല, നിങ്ങൾ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം, ഉപവസിക്കാം, പ്രാപിക്കാമെന്നേ ആമേൻ. ആ വാഗ്ദത്തം പ്രാപിക്കാം, ആ നല്ല സ്വപ്നത്തെ നിവർത്തിക്കാം. അപ്പോൾ നാളെ ദൈവം വെച്ചാൽ നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമല്ലേ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരെയും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.